10ാം ക്ലാസ് ഫിസിക്സിലെ ശബ്ദതരംഗങ്ങൾ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് ക്ലാസ് ആയത്. ഫസ്റ്റ് ക്ലാസ് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കെ, ഇനി നമുക്ക് പ്രണോദിത കമ്പനവും അനുനാദവും എന്നൊരു ടോപ്പിക്കാണ് പറയാനുള്ളത്. നമ്മൾ ലാസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? സ്വാഭാവിക ആവൃത്തിയെ കുറിച്ചായിരുന്നു അല്ലെ? ഓക്കെ, ഇനി പ്രണോദിത കമ്പനവും അനുനാദവും എന്ന ടോപ്പിക്കാണ്. മേശപ്പുറത്ത് വച്ചിരിക്കുന്ന മിക്സി പ്രവർത്തിക്കുമ്പോൾ മേശയും കമ്പനം ചെയ്യുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് ശ്രവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ തണ്ട് മേശപ്പുറത്ത് ഇതേപോലെ വച്ചപ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൽ എന്ത് മാറ്റമുണ്ടായി? ശബ്ദം ഉച്ചത്തിലാകും അല്ലെ? ഈ സന്ദർഭത്തിൽ ട്യൂണിംഗ് ഫോർക്കിനൊപ്പം മേശയും കമ്പനം ചെയ്യുന്നു, അതുകൊണ്ടാണ് ശബ്ദം ഉച്ചത്തിലായത് അല്ലെ? ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ വസ്തുക്കളും സ്വാഭാവിക ആവൃത്തിയിൽ മാത്രമായിരിക്കുമോ കമ്പനം ചെയ്യുന്നത് എന്ന്. അല്ല, കാരണം ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചപ്പോൾ അത് അതിന്റെ സ്വാഭാവിക ആവൃത്തിയിൽ കമ്പനം ചെയ്തു. പക്ഷേ ഈ ട്യൂണിംഗ് ഫോർക്ക് മേശപ്പുറത്ത് വെച്ചപ്പോൾ മേശ ട്യൂണിംഗ് ഫോർക്കിന്റെ ആ ഒരു ആവൃത്തിയിൽ കമ്പനം ചെയ്യാൻ തുടങ്ങും. മേശയുടെ സ്വാഭാവിക ആവൃത്തിയിലല്ല ഇപ്പോൾ കമ്പനം ചെയ്യുന്നത്, പകരം ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയിലാണ് കമ്പനം ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായല്ലോ. അതാണ് പ്രണോദിത കമ്പനം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. അതാണ് എന്താണ്? കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണം മൂലം, ഇവിടെ ട്യൂണിംഗ് ഫോർക്കിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ് ആ വസ്തു? മേശ. ഓക്കെ, പ്രണോദിത കമ്പനം. ഓക്കെ, അപ്പൊ ഇവിടെ മേശ പ്രണോദിത കമ്പനത്തിലാണ്. ഓക്കെ, മനസ്സിലായാലും എളുപ്പമല്ലേ? കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. ഇംഗ്ലീഷിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. ഈ ചിത്രം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 17 സെന്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡ് കഷ്ണങ്ങളും ഉണ്ടോ? 3 വലിയ ഹാക്സോ ബ്ലേഡ് കഷ്ണങ്ങളും 3 ചെറിയ ഹാക്സോ ബ്ലേഡ് കഷ്ണങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 13 സെന്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡ് കഷ്ണങ്ങൾ. ഓക്കെ, 3 എണ്ണം ഒരേപോലെയുള്ളത്, മറ്റു 3 എണ്ണം ഒരേ ലെങ്ത്. ഓക്കെ, ഇവ 2 തടിക്കഷ്ണങ്ങൾക്കിടയിൽ ഉറപ്പിച്ചിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവ ഇതേപോലെ 2 തടിക്കഷ്ണങ്ങൾക്കിടയിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു തടിക്കഷ്ണം, ഇതിനപ്പുറം ഒരു തടിക്കഷ്ണം. ഓക്കെ, എ എന്ന ഹാക്സോ ബ്ലേഡ് വിരൽ കൊണ്ട് തട്ടി ഉത്തേജിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് നിരീക്ഷിക്കുന്നു? നോക്കിക്കോളൂ, ഈ എ എന്ന ഹാക്സോ ബ്ലേഡ് വിരൽ കൊണ്ട് തട്ടിയിട്ട് ഉത്തേജിപ്പിക്കണം. അപ്പൊ ഇതെന്താവും? ഈ ഒരു ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും അല്ലെ? മുന്നോട്ട് പിന്നോട്ട് എന്ന രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും എ എന്ന ഹാക്സോ ബ്ലേഡ്. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 2 ഓപ്ഷൻസ്. എന്ത് നിരീക്ഷിക്കുന്നു? എല്ലാ ബ്ലേഡുകളും കമ്പനം ചെയ്യുന്നു, അല്ല എ മാത്രം കമ്പനം ചെയ്യുന്നു? ഇവിടെ നിരീക്ഷിക്കാൻ കഴിയുന്നത് എ എന്ന ഹാക്സോ ബ്ലേഡ് ഈ ഒരു രീതിയിൽ കമ്പനം ചെയ്യുമ്പോൾ എല്ലാ ബ്ലേഡുകളും കമ്പനം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷേ എല്ലാ ബ്ലേഡുകളും ഒരേ ആയതിയിലല്ല കമ്പനം ചെയ്യുന്നത്. ആയതി എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, എല്ലാ ബ്ലേഡുകളും ഒരേ ആയതിയിലല്ല കമ്പനം ചെയ്യുന്നത്. എല്ലാം കമ്പനം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ഒരേ ആയതിയിലല്ല കമ്പനം ചെയ്യുന്നത്. ഇവിടെ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്തവ ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എ, സി, ഇ. എയും സിയും ഇയുമാണ് കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യുന്നത്. ഓക്കെ, അവയുടെ പ്രത്യേകത എന്താണ്? 3 ഒരേപോലെ നീളമാണ് അല്ലേ? അപ്പൊ എന്താകും അവയുടെ പ്രത്യേകത? ഇവയ്ക്ക് 3നും ഒരേ സ്വാഭാവിക ആവൃത്തിയായിരിക്കും. 3നും ഒരേ നീളമാണ്, ഒരേ വസ്തുക്കളാണ്, ഒരേ വീതിയാണ്, എല്ലാം സെയിം. അപ്പൊ 3നും ഒരേ സ്വാഭാവിക ആവൃത്തിയായിരിക്കും. അപ്പൊ എ എന്നത് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പിറകിലായിട്ട് ഇങ്ങനെ കമ്പനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സിയും ഇയുമാണ് കൂടുതൽ ആയതിയിൽ കമ്പനം ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇവിടെ താഴെ പഠിക്കും. എല്ലാ ബ്ലേഡുകളുടെയും കമ്പനം നിർത്തിയ ശേഷം അല്ലെ? ഇപ്പൊ മനസ്സിലായി, എല്ലാം കമ്പനം ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യുന്നത് എയും സിയും ഇയുമാണ്. ഓക്കെ, ഇനി ഈ കമ്പനങ്ങളൊക്കെ നിർത്തി, അതിനുശേഷം എല്ലാ ബ്ലേഡുകളുടെയും കമ്പനം നിർത്തിയ ശേഷം ബിയെ കമ്പനം ചെയ്യിച്ച് നിരീക്ഷണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തായിരുന്നു ആദ്യം ചെയ്തത്? എ ആയിരുന്നു കമ്പനം ചെയ്തത്. ഇനി എല്ലാ കമ്പനവും നിർത്തി നമ്മൾ, അതിനുശേഷം ബിയെ കമ്പനം ചെയ്തു തുടങ്ങുന്നു. ഓക്കെ, ബിയെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പിറകിലായിട്ട് കമ്പനം ചെയ്യിപ്പിക്കുന്നു. ഒന്ന് തട്ടിയാൽ മതി ഇതിന്, അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമല്ലോ അല്ലെ? ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണെന്ന് കാണാൻ കഴിയുന്നത്? ഇവിടെ ഡിയും എഫും കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യും. ഓക്കെ, എല്ലാം കമ്പനം ചെയ്യും, പക്ഷേ ബിയും ഡിയും എഫും ആയിരിക്കും കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യുന്നത്. എന്താണ് നിഗമനം? എന്തായിരിക്കും നിങ്ങൾക്ക് നിരീക്ഷണം? സയൻസ് ഡയറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് എ എന്ന ഹാക്സോ ബ്ലേഡ് വിരൽ കൊണ്ട് തട്ടി ഉത്തേജിപ്പിച്ചപ്പോൾ എല്ലാ ബ്ലേഡുകളും കമ്പനം ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യുന്നത് ഇതിന്റെ അതേ നീളമുള്ള ബ്ലേഡുകളാണ്. ഓക്കെ, അതേസമയം നമ്മൾ ഇനി ബി എ ആണ് ഇതേപോലെ ചെയ്യുന്നതെങ്കിൽ ബിയുടെ നീളമുള്ള ഹാക്സോ ബ്ലേഡ്സ് കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ എന്ന ഹാക്സോ ബ്ലേഡിനെ കമ്പനം ചെയ്യിച്ചപ്പോൾ സി, ഇ എന്നീ ബ്ലേഡുകൾ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്തു.
എന്തുകൊണ്ടായിരിക്കും? അതിവിടെ കൊടുത്തിട്ടുണ്ട്. CE എന്നിവയുടെ സ്വാഭാവിക ആവൃത്തി എയുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമായത് കൊണ്ടാണ് അവ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യുന്നത്. ഓക്കെ, സിയും ഇയും എയും ഒരേ നീളമാണ്, അതുകൊണ്ട് ഒരേ സ്വാഭാവിക ആവൃത്തിയാണ് ഇവിടെ അവയ്ക്ക്. അതുകൊണ്ട് എന്താണ്, ഇവ പരസ്പരം അനുനാദത്തിലാകുന്നു, അതുകൊണ്ട് അവ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യുന്നു. എന്താണ് അനുനാദം? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. എന്താണ്? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി. ഇവിടെ ഏതൊക്കെയാണ് എക്കാണ് നമ്മൾ തട്ടുന്നതെങ്കിൽ ഏതിൻ്റെയൊക്കെയാണ് സ്വാഭാവിക ആവൃത്തി തുല്യമാകുന്നത്? ഈ സിയുടെയും ഇയുടെയും സ്വാഭാവിക ആവൃത്തി ഈ പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിക്ക്, അതായത് എയുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. എന്താണ് അനുനാദം? അനുനാദത്തിലാണെന്ന് പറയാം. ഇംഗ്ലീഷിൽ റെസൊണൻസ്. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. ഇവിടെ അനുനാദത്തിന് സിയും ഇയും വിധേയമാകുമ്പോൾ അവ പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. ഏകദേശം 50 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വ്യാസവുമുള്ള PVC പൈപ്പ് പൂർണ്ണമായും ജലത്തിൽ താഴ്ത്തി വെച്ച ശേഷം, ഇതുപോലെ വെച്ച ശേഷം 512 ഹെർട്സിന്റെ ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് പൈപ്പിന്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൈപ്പ് ക്രമമായിട്ട് ഉയർത്തി പൈപ്പിനുള്ളിലെ വായുരൂപത്തിന്റെ നീളം വ്യത്യാസപ്പെടുത്തണം. അല്ലെ, പൈപ്പ് ഉയർത്തിക്കൊണ്ടിരുന്നാൽ ഇതിനകത്തെ വായുരൂപത്തിന്റെ നീളം എന്താവും? കൂടിക്കൊണ്ടിരിക്കും. അല്ലെ, ഒരു ഘട്ടം എത്തുമ്പോൾ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നു. ഇതിന്റെ കാരണം എന്തായിരിക്കും? സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും? ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ കുഴലിനകത്തുള്ള വായുരൂപത്തിന്റെ സ്വാഭാവിക ആവൃത്തിയും ട്യൂണിംഗ് ഫോർക്കിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുന്നു. അപ്പോൾ ഇവിടെ ഇവ അനുനാദത്തിലാകുന്നു. അതിനാലാണ് ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നത്. ഓക്കെ, ഈ ഒരു ഘട്ടത്തിൽ ഏതാണ് സ്വാഭാവിക ആവൃത്തി? 512 ഹെർട്സ്. ഇവിടെ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ സ്വാഭാവിക ആവൃത്തിയായ 512 ഹെർട്സ് എന്തിനു കിട്ടുന്നു? ആ വായുരൂപത്തിന് കിട്ടുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അപ്പോഴാണ് ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നത്. ഓക്കെ, എങ്ങനെ എഴുതാം? ഇതിലെ വായുരൂപത്തിലെ നീളം വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ ഇതിന്റെ വായുരൂപത്തിന്റെ സ്വാഭാവിക ആവൃത്തി ട്യൂണിംഗ് ഫോർക്കിന്റെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാകുന്നു. അതിനാൽ അവ അനുനാദത്തിലാകുന്നു. അതുകൊണ്ട് ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നു. നെക്സ്റ്റ് എന്താണ്? പ്രണോദിത കമ്പനവും അനുനാദം എന്ന് വെച്ചാൽ റെസൊണൻസ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? MRI സ്കാനിങ്. ഒന്ന് MRI സ്കാനിങ്. MRIയുടെ ഫുൾ ഫോം എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനിങ് ആണ്. അപ്പൊ ഇതിൽ തന്നെ ഇല്ലേ റെസൊണൻസ്? ഓക്കെ, അപ്പൊ അനുനാദം എന്ന് വെച്ചാൽ റെസൊണൻസ് ആണ്. MRI സ്കാനിങ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനിങ്. പിന്നെ റേഡിയോ ട്യൂണിങ്ങിലൊക്കെ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങളിൽ ഇവ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെയോ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമിടിപ്പ് ശ്രവിച്ചു നോക്കൂ. ഹൃദയമിടിപ്പിന്റെ വളരെ നേർത്ത ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്നില്ലേ? ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ ശബ്ദത്തിന്റെ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, പിന്നെയോ മെഗാഫോൺ, ഹോൺ, സംഗീതോപകരണങ്ങളായ ട്രംപറ്റ്സ്, നാഗസ്വരം തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ തന്നെ പഠിക്കുക. 1, പിന്നെ 2, 3, 4, 5 ഉള്ളൂ. ഓക്കെ, MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, പിന്നെ സംഗീതോപകരണങ്ങളായ ഗിറ്റാർ, വയലിൻ, വീണ തുടങ്ങിയവയിൽ, പിന്നെ സ്റ്റെതസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തുന്നു. അതായത് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമിടിപ്പ് ശ്രവിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതിൽ. പിന്നെ മെഗാഫോൺ, ഹോൺ തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി 1 ഹെർട്സ് ആണ്. എന്താണ് 1 ഹെർട്സ്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി 1 ഹെർട്സ് ആണ്. അതിന്റെ പീരിയഡ് എത്രയാണ് എന്നാണ് ചോദ്യം. ഈ പീരിയഡും ആവൃത്തിയും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു അത്? ആവൃത്തി F is equal to 1/പീരിയഡ് എന്നാണ്, 1/T എന്നാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് കാണേണ്ടത്? പീരിയഡ് ആണ് ഇവിടെ കാണേണ്ടത്. ഫ്രീക്വൻസി, അതായത് ആവൃത്തി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി എഴുതാം. എന്താണ്?
ടി ഈസ് ഈക്വൽ ടു 1/f, അതായത് ഇങ്ങനെ എഴുതണം, പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 1 ആവൃത്തി, അതായത് 1/f. ഓക്കെ, ഇതാ ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു 1/t എന്നായിരുന്നല്ലോ നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ ടിയെ മുകളിലേക്ക് ഇട്ടിട്ട് ഈ എഫിനെ അടിയിലേക്ക് ഇട്ടാലുള്ള ഇക്വേഷൻ ആണല്ലോ ഇത്. ടി ഈസ് ഈക്വൽ ടു 1/f. ആവൃത്തി 1 ഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 1/1 ഹെർട്സ് എത്രയാണ്? 1 ഹരിക്കണം 1 1 ആണ് അല്ലെ. യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. പീരിയഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണല്ലോ, അപ്പൊ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ അതിന്റെ ആവൃത്തി എത്ര? ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണല്ലോ അതിന്റെ പീരിയഡ്. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പീരിയഡ് ആണ് തന്നിട്ടുള്ളത് 0.5 സെക്കൻഡ് എന്ന്. കാണേണ്ടത് എന്താണ്? അതിന്റെ ആവൃത്തിയാണ് കാണേണ്ടത്. നമുക്കറിയാം ആവൃത്തി കാണാനുള്ള ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ്. അതായത് 1 ഹരിക്കണം എത്രയാണ് ഇവിടെ? 0.5. ഇങ്ങനെ ഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് താഴെയും മുകളിലും 10 കൊണ്ട് ഗുണിക്കാം അല്ലെ. കാരണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത് 0.5, അതുകൊണ്ട് 10 കൊണ്ട് ഗുണിച്ചു. താഴെ ഗുണിക്കുന്നുണ്ടെങ്കിൽ മുകളിലും ഗുണിക്കണം. അപ്പൊ ഇവിടെ 10/5 എന്ന് കിട്ടും. അത് എത്രയാണ്? 10ൽ എത്ര 5 ഉണ്ട്? 2 ആണ്. 2 ഹെർട്സ്. യൂണിറ്റ് എഴുതണം 2 ഹെർട്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിന്റെ തണ്ട് മേശമേൽ അമർത്തി വയ്ക്കുന്നു. ഈ അവസരത്തിൽ മേശ കമ്പനം ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇത് പ്രണോദിത കമ്പനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന പേരിൽ ഇവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. (256 ഹെർട്സ് ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള വായുവും ശബ്ദം കേൾക്കുന്ന വ്യക്തിയുടെ കർണപുടവും 1 സെക്കൻഡിൽ 256 തവണ കമ്പനം ചെയ്യും. കണ്ടോ, അത്രയും തവണ 1 സെക്കൻഡിൽ കമ്പനം ചെയ്യുന്നുണ്ട്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അടുത്തുള്ള വായുവിന്റെ കമ്പനം എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ചാണ് അടിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തരംഗ ചലനം എന്ന ടോപ്പിക്. ശബ്ദ പ്രേഷണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ശാസ്ത്ര ക്ലബിൽ കുട്ടി അവതരിപ്പിച്ച പരീക്ഷണത്തിൽ ഒരു പ്രത്യേക സമയത്ത് കണ്ട ദൃശ്യമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവിടെ ഒരു സ്ലിങ്കിയുടെ എക്സ്പെരിമെന്റ് ഉണ്ട്. അത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ കാര്യം. ഇത് നമുക്കൊന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചിത്രം ഈ ബിയിൽ കാണുന്നത് പോലെ സ്ലിങ്കിയുടെ ഒരഗ്രത്തെ മുന്നോട്ടും പിറകോട്ടും ചലിപ്പിച്ച് നോക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? ഇതുപോലെ ഇവിടെ ഒരറ്റത്ത് പിടിച്ചിട്ട് ഈ ഒരറ്റം മുന്നോട്ടും പിറകിലോട്ട് ചലിപ്പിച്ച് നോക്കൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ 9ാം ക്ലാസ്സിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു ആ സൗണ്ട് എന്ന ചാപ്റ്ററിൽ. ഓക്കെ, ഇവിടെ സ്ലിങ്കിയുടെ ഒരറ്റം പിടിച്ചിട്ട് ഇവിടെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചാൽ എന്ത് നിരീക്ഷിക്കുന്നു? നോക്കിക്കോളൂ. ചില ഭാഗം അടുത്തും ചില ഭാഗം അകന്നും നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെ. അതോടൊപ്പം ഈ വലയങ്ങൾ അങ്ങോട്ട് കടന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള വലയങ്ങൾ അങ്ങനെ തന്നെ ഈ ഒരു സൈഡിലോട്ട് പോകുന്നുണ്ടോ? ഇല്ല. വലയങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ചലിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിക്ഷോഭം ഒരറ്റത്തുണ്ടാകുന്ന സ്ലിങ്കിയിൽ ഉണ്ടാകുന്ന വിക്ഷോഭങ്ങൾ ഒരഗ്രത്തിൽ നിന്ന് രണ്ടാമത്തെ അഗ്രത്തിലേക്ക് നീങ്ങിപ്പോകുന്നത് കാണുന്നുണ്ട്. ഓക്കെ, ഒരഗ്രത്തിൽ രൂപപ്പെടുന്ന വിക്ഷോഭങ്ങളോടൊപ്പം സ്ലിങ്കിയിലെ വലയങ്ങൾ രണ്ടാമത്തെ അഗ്രത്തേക്ക് നീങ്ങി പോകുന്നുണ്ടോ? ഇല്ല. സ്ലിങ്കിയിലെ വലയങ്ങൾ ഒരഗ്രത്തിൽ നിന്ന് മറ്റൊരു അഗ്രത്തിലേക്ക് നീങ്ങി പോകുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ നീങ്ങി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതെന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകുന്നത്? ആ വിക്ഷോഭം സഞ്ചരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു കാര്യം പറയും, ഒരു എക്സ്പെരിമെന്റ് പറയും, അതിലും ഈ ഒരു കാര്യം തന്നെയാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഈ കാര്യം മനസ്സിലായല്ലോ. സ്ലിങ്കിയിൽ ഉണ്ടാകുന്ന വിക്ഷോഭങ്ങൾ ഒരഗ്രത്തിൽ നിന്ന് രണ്ടാമത്തെ അഗ്രത്തിലേക്ക് നീങ്ങി പോകുന്നത് കാണുന്നില്ലേ? നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു അല്ലെ. എന്നാൽ വിക്ഷോഭങ്ങളോടൊപ്പം, അതായത് ആ ഒരു എഫക്റ്റ് ഇല്ലേ, അവിടെ എന്തോന്ന് പോകുന്ന പോലെ കാണുന്നുണ്ടല്ലോ, അതിനോടൊപ്പം വലയങ്ങൾ നീങ്ങി പോകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കാര്യം നോക്കാം. ഒരു 1.8 എയിൽ കാണുന്നത് പോലെ മേശപ്പുറത്ത് വെച്ച സ്ലിങ്കിയുടെ 2 അഗ്രങ്ങളും വലിച്ചു പിടിക്കുക. ഇതുപോലെ വലിച്ചു പിടിക്കുക. ഒരഗ്രത്തിലെ ഏതാനും ചുരുളുകൾ അമർത്തി വിട്ടു നോക്കൂ. ഒരഗ്രത്തിൽ അമർത്തി വിട്ടു നോക്കിയാൽ സ്ലിങ്കിയിൽ രൂപപ്പെടുന്ന വിക്ഷോഭം നിരീക്ഷിക്കൂ. ഇപ്പൊ പറഞ്ഞ അതേപോലെയുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലോട്ട് കടക്കാം. ഇവിടെ എന്താണ്? ഒരഗ്രം അടഞ്ഞ സുതാര്യമായ ട്യൂബിൽ ഭാരം കുറഞ്ഞ പേപ്പർ ബോളുകൾ ഇട്ട ശേഷം, ഓക്കെ, ഇവിടെ ഒരഗ്രം അടഞ്ഞിട്ടുണ്ട്, സുതാര്യമായ ട്യൂബാണ്, പുറത്തേക്ക് കാണാൻ കഴിയും.
ഭാരം കുറഞ്ഞ പേപ്പർ ബോളുകൾ ഇട്ട ശേഷം ട്യൂബിന്റെ സ്വതന്ത്ര അഗ്രത്തിലൂടെ ഉച്ചത്തിലും ഒരേ ആവൃത്തിയിലുമുള്ള ശബ്ദം കടന്നു പോകുമ്പോൾ പേപ്പർ ബോളുകൾ അവയുടെ തുലന സ്ഥാനത്ത് നിന്ന് മുന്നോട്ടും പിന്നോട്ടും കമ്പനം ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇവിടെ യഥാർത്ഥത്തിൽ ഈ സ്പീക്കർ ഓൺ ചെയ്തിട്ട് ഇവിടെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ സ്ലിങ്കിയുടെ ഒരറ്റത്ത് കൈകൊണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെയുള്ള ഒരു എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് ആ ശബ്ദ തരംഗങ്ങൾ ചലിക്കുമ്പോൾ. മുന്നോട്ട് പിറകിലോട്ടായിട്ട് കമ്പനം ചെയ്യുന്നത് കാണാം. മാത്രമല്ല ബോളുകൾ രണ്ടാമത്തെ അഗ്രത്തിലേക്ക് നീങ്ങിപ്പോകുന്നില്ല. നമുക്ക് ആകെ മൊത്തം ചിലപ്പോൾ നീങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവ നീങ്ങിപ്പോകുന്നില്ല. നമ്മൾ ആ വലയങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, വലയം നീങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവ നീങ്ങിപ്പോകുന്നില്ല. ആ വിക്ഷോഭം മാത്രമാണ് സഞ്ചരിക്കുന്നത്, ആ ഒരു ഊർജമാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, എങ്ങനെയായിരിക്കും ഇത് രൂപപ്പെടുന്നത് എന്നാണ്, ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ പരീക്ഷണത്തിലൂടെ പറഞ്ഞത്. ഓക്കെ, ഇനി വീണ്ടും അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഈ ബോളുകൾ ചില ഭാഗങ്ങൾ അടുത്തും ചില ഭാഗങ്ങൾ അകന്നുമായിട്ട് കാണപ്പെടും. കുറച്ചു കഴിഞ്ഞാൽ ഈ അടുത്തുള്ള ഭാഗങ്ങൾ അകന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അടുക്കും. അങ്ങനെയാണ് ഈ ഒരു ഊർജം, ഈ ഒരു ശബ്ദോർജം ഇതിനകത്തെ കൂടി സഞ്ചരിക്കുന്നത്. സ്ലിങ്കിയുടെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം വലയങ്ങളുടെ പരിണിത സ്ഥാനാന്തരമില്ലാതെ, വലയങ്ങൾ അങ്ങനെ തന്നെ ചലിക്കുന്നില്ല, ഇല്ലാതെ മറുഭാഗത്തേക്ക് വ്യാപിക്കുന്നുണ്ട്. അത് പോകുന്നുണ്ട്, ആ ഒരു വിക്ഷോഭ മറുഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം, ഒരു ഊർജമല്ല ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്, ആ ഊർജം തൊട്ടടുത്തതിലേക്കും അവിടെ നിന്ന് തുടർന്നും കൈമാറിക്കൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഓക്കെ, മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ഈ തരംഗ ചലനം. ഓക്കെ, ആ ഒരു ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് തരംഗ ചലനം. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് തരംഗചലനം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദോലനങ്ങൾ തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇവ? നമ്മൾ പറഞ്ഞു ഈ ബോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു, അത് ദോലനങ്ങളല്ലേ അവ? ദോലനങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഡെഫിനിഷൻസ് ഒന്ന് പഠിച്ചു നോക്കുക. തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു. റേഡിയോ തരംഗം കേട്ടിട്ടുണ്ട് അല്ലേ? സീസ്മിക് തരംഗം, ഭൂകമ്പങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തരംഗം. പ്രകാശ തരംഗം, പ്രകാശം. ശബ്ദ തരംഗം, എന്താണ് ശബ്ദം. പിന്നെ ജലാശയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഓളങ്ങൾ, ഇങ്ങനെ ഒരു കല്ലിട്ടാൽ ഓളങ്ങൾ ചുറ്റും ഇങ്ങനെ വ്യാപിക്കുന്നതാണോ അല്ലെ? ഈ തരംഗങ്ങൾക്കെല്ലാം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ? ഈ പട്ടിക പൂർത്തിയാക്കി നോക്കൂ. ഇവിടെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ളവ സീസ്മിക് തരംഗങ്ങളും ശബ്ദ തരംഗവും ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങളുമൊക്കെ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ്. സീസ്മിക് തരംഗം ഭൂമിയിലേക്ക് കൂടി സഞ്ചരിക്കുന്നു. ശബ്ദത്തിന് എന്തെങ്കിലും മാധ്യമം വേണം. ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ അവർ ജലത്തിലേക്ക് കൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്തവയും ഉണ്ട്. റേഡിയോ തരംഗങ്ങളൊക്കെ ബഹിരാകാശത്തെ കൂടി സഞ്ചരിക്കും, അതുകൊണ്ട് ഇവയ്ക്ക് മാധ്യമം ആവശ്യമില്ല. റേഡിയോ തരംഗം. പിന്നെയോ പ്രകാശ തരംഗം, പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കും നമുക്കറിയാം അല്ലെ? അതിനും മാധ്യമം ആവശ്യമില്ല. സൂര്യനിൽ നിന്നൊക്കെയുള്ള പ്രകാശം ബഹിരാകാശത്തെ കൂടിയൊക്കെ കടന്നിട്ട് നമുക്ക് ഇവിടത്തേക്ക് എത്തുന്നുണ്ടല്ലോ, അപ്പൊ അതിനും മാധ്യമം ആവശ്യമില്ല. അടുത്ത വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന ടോപ്പിക്കാണ്. എന്താണ്? റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. ഓക്കെ, എന്തൊക്കെയാണ്? റേഡിയോ തരംഗങ്ങൾ, പിന്നെ മൈക്രോവേവ് തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, IR എന്ന് പറയാം. ഇൻഫ്രാറെഡ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, IR തരംഗങ്ങൾ. പിന്നെ ദൃശ്യപ്രകാശം, പിന്നെ അൾട്രാ വയലറ്റ്, നമുക്ക് എന്ത് പറയാം? UV, അൾട്രാ, വയലറ്റ്, UV തരംഗങ്ങൾ. പിന്നെ എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ. ഇവ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. അടുത്ത ടോപ്പിക്ക് യാന്ത്രിക തരംഗങ്ങൾ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. ഇവിടെ മാധ്യമം ആവശ്യമില്ല, പക്ഷേ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. ഇവ പ്രധാനമായിട്ട് രണ്ടു വിധമുണ്ട്. എന്തൊക്കെയാണ്? അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. അനുദൈർഘ്യ തരംഗങ്ങൾ, നമ്മൾ ആ സ്ലിങ്കിയുടെ എക്സ്പെരിമെന്റിൽ വലയങ്ങൾ തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായാണോ ചലിക്കുന്നതായിട്ട് കണ്ടത്. അതായത് സ്ലിങ്കിയിലെ തരംഗങ്ങൾ, വിക്ഷോഭങ്ങൾ ഈ ഒരു ദിശയിൽ ചലിക്കുമ്പോൾ അതിലെ വലയങ്ങൾ ഈ ഒരു രീതിയിൽ ചലിക്കുന്നതായിട്ടല്ലേ കണ്ടത്. അതായത് സമാന്തരമായിട്ടല്ലേ കണ്ടത്, അല്ലാതെ
തരംഗ ചലനത്തിൽ ലംബമായിട്ട് ഈ ഒരു രീതിയിലല്ലല്ലോ ആ തരംഗങ്ങൾ ചലിച്ചത്, ആ വലയങ്ങൾ ചലിച്ചത്. അപ്പൊ ഇവിടെ എന്താണ്, ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് ചലിച്ചത്. ഇങ്ങനെ ആ വലയങ്ങൾ തരംഗം ഈ ഒരു രീതിയിൽ നീങ്ങുമ്പോൾ, ഈ ഒരു ദിശയിൽ നീങ്ങുമ്പോൾ സമാന്തരമായിട്ട് ചലിച്ചു. ഇതേപോലെ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ ആ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. ശബ്ദ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണെന്ന് പഠിച്ചിട്ടുണ്ട്. വായുവിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യുന്നത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചിത്രം ഒന്ന് നിരീക്ഷിക്കുക. ആ സ്ലിംഗിയിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഇവിടെ സ്ലിംഗിക്ക് പകരം, സ്ലിംഗിയിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് പകരം ആ വീഡിയോ കണ്ടിരുന്നല്ലോ, ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്ലിംഗിയിൽ ആ വലയങ്ങൾ കടന്നു പോകുന്നതായിട്ട് കണ്ടിരുന്നല്ലോ, അതുപോലെ തോന്നിയിരുന്നല്ലോ, വലയങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന രീതിയിൽ തോന്നിയിരുന്നു. യഥാർത്ഥത്തിൽ അവ വിക്ഷോഭങ്ങൾ പോകുന്നതാണ്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് തോന്നും. അതേപോലെ വലയങ്ങൾ ചില ഭാഗത്ത് അടുത്തും ചില ഭാഗത്ത് അകന്നും കാണുന്ന പോലെ ഇവിടെ വായു ചില ഭാഗത്ത് അടുത്തും ചില ഭാഗത്ത് അകന്നുമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, അങ്ങനെ തുടരുന്നു. അങ്ങനെയാണ് ശബ്ദം പ്രേഷണം ചെയ്യുന്നത്. ചിത്രത്തിൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജം തുലനസ്ഥാനത്ത് നിന്ന് എ എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ ആ വശത്തുള്ള വായുമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഈ ഭുജം ഈ തുലനസ്ഥാനത്ത് നിന്ന് എ എന്ന ഭാഗത്തേക്ക് ചലിക്കുമ്പോൾ ഇവിടെയുള്ള വായു അടുക്കും, അല്ലെ, കുറച്ച് അടുത്ത് വരും, കൂടുന്നു. ആ ഭാഗത്തെ വായുമർദ്ദം കൂടുന്നു. അതേ ഭുജം ബി എന്ന വശത്തേക്ക് ചലിക്കുമ്പോഴോ എ എന്ന വശത്തുള്ള വായുമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? ഈ ഭുജം ബി എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ ഇവിടെ കുറച്ച് റിലാക്സേഷൻ കിട്ടി, കുറച്ച് റിലാക്സ് ആയി, അല്ലെ. അപ്പൊ ഇവിടുത്തെ മർദ്ദം കുറയും, ആ സമയത്ത് കുറയുന്നു. ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങൾ തുടർച്ചയായി കമ്പനം ചെയ്യുമ്പോൾ വായുവിൽ മർദ്ദം കൂടിയതും കുറഞ്ഞതുമായ മേഖലകൾ ഇടവിട്ട് രൂപപ്പെടും. സ്ലിംഗിയിൽ ഉണ്ടായ തരംഗവും വായുവിൽ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാക്കിയ തരംഗവും നമുക്ക് താരതമ്യം ചെയ്യാം. ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായും ക്രമമായും മർദ്ദ വ്യതിയാനങ്ങൾ രൂപപ്പെടുത്തുന്നു. വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നാൽ സ്വാഭാവികമായിട്ട് അവിടെ നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? അവിടെ മർദ്ദം കൂടും, അല്ലെ. നോക്കിക്കോളൂ, ഇവിടെ വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞാൽ അവിടെ മർദ്ദം കൂടുന്നു. ഓക്കെ, അതാണ് പറഞ്ഞത്. വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്നു. ഇത്തരം മേഖലകളെ ഉച്ചമർദ്ദ മേഖലകൾ, കംപ്രഷൻസ് എന്ന് പറയുന്നു. ആ ഒരു സി ആണ് നമ്മൾ ഇവിടെ ഈ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സി. ഓക്കെ, ഇനി 6 എന്നും കാണുന്നില്ല അവിടെ, അതെന്താണ്? ഉച്ചമർദ്ദ മേഖലകൾ എന്നും മർദ്ദം കുറഞ്ഞ മേഖലകൾ നീചമർദ്ദ മേഖലകൾ, റയർ ഫാക്ഷൻസ്, ഈ ഒരു 6 ആണ് കേട്ടോ, എന്നും അറിയപ്പെടുന്നു. മാധ്യമത്തിൽ ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തി ശബ്ദം സഞ്ചരിക്കുന്നു. ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം സഞ്ചരിക്കുമ്പോൾ ഈ മാധ്യമമില്ലേ, വായുവിലെ കണികകളൊക്കെ ഈ തരംഗം, ശബ്ദം ഈ ഒരു ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ശബ്ദ പ്രേഷണത്തിന്, ഈ ഒരു തരംഗചലനത്തിന് സമാന്തരമായിട്ടാണ് ഈ വായു കണികകൾ കമ്പനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു അനുദൈർഘ്യ തരംഗമാണ്. ഓക്കെ, താങ്ക് യു.